ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റെസിപ്പിയാണ്. ബീഫും പച്ചമുളകൊക്കെ ഇട്ട് നല്ലൊരു ഫ്രൈ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ആദ്യം ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് 700 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പച്ചമുളക് ആഡ് ചെയ്യാം. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. അത് നന്നായിട്ട് ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീഫ് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി കുക്കായി കിട്ടും. ഇവിടെ ഏകദേശം ഒരു 4 വിസിൽ വേണ്ടി വന്നു ഈ ബീഫ് കുക്കാവാനായിട്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ബീഫ് അനുസരിച്ചിരിക്കും കുക്കിംഗ് ടൈം. പാൻ ചൂടാക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാം. ബീഫിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫിൽ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ആദ്യം ആഡ് ചെയ്ത ആ സെയിം ഓയിലിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം കുക്ക് ചെയ്യുന്നത്. ഞാൻ പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇടണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, അതൊരു ടേസ്റ്റാണ്. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് അല്പം കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളെന്നും സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ടല്ലേ ഫ്രൈ ചെയ്യുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.